ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടക്കമുള്ളവർ പറയുമ്പോൾ ഇപ്പോഴിതാ പുതിയ പരീക്ഷണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തുകയാണ് നമ്മുടെ പ്രതിരോധ സേന. ഇന്ത്യൻ സൈന്യം യുദ്ധ സമീപ സാഹചര്യങ്ങളിൽ നിരവധി അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ ഫീൽഡ് പരീക്ഷണങ്ങൾ നടത്തുകയാണെന്നാണ് അധികൃതർ ശനിയാഴ്ച പറയുന്നത്. ഇലക്ട്രോണിക് വാർഫെയർ സിമുലേഷനുകൾ സംയോജിപ്പിച്ച് അവയുടെ പ്രകടനം കർശനമായി വിലയിരുത്തുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ശനിയാഴ്ച വെളിപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യത്തിന്റെ സാങ്കേതിക വൈദഗ്ധ്യം ശക്തിപ്പെടുത്തുന്നതിനും പ്രവർത്തന സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനുമാണ് പരീക്ഷണങ്ങൾ ലക്ഷ്യമിടുന്നത്. മൂല്യനിർണ്ണയത്തിന് വിധേയമാകുന്ന പ്ലാറ്റ്ഫോമുകളിൽ അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ് UAV ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡൻസ് മ്യൂണിഷൻ റൺവേ ഇൻഡിപെൻഡന്റ് റിമോട്ട്ലി പൈലറ്റഡ് ഏരിയൽ സിസ്റ്റംസ് കൗണ്ടർ USA സൊല്യൂഷൻസ് എന്നിവ ഉൾപ്പെടുന്നു എന്നാണ് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ വിലയിരുത്തലുകളിലൂടെ ഇന്ത്യൻ സൈന്യം അതിൻ്റെ സാങ്കേതിക മികവാണ് ശക്തിപ്പെടുത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രവർത്തന സന്നദ്ധ വർദ്ധിപ്പിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. പ്രതിരോധ ശേഷി വികസനത്തിൽ തദ്ദേശീയമായ നവീകരണത്തിനും സ്വാശ്രയത്തിനുമുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കാൻ ലക്ഷ്യമിടുന്നു എന്നാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പ്രസ്താവനയിൽ പറയുന്നത്. പരിവർത്തന ദശകം എന്നതിനായിട്ടുള്ള സൈന്യത്തിൻ്റെ പദ്ധതിയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ചുവടുവയ്പ്പാണ് ഈ പരീക്ഷണങ്ങൾ. കൂടാതെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകളുടെ വേഗത്തിലുള്ള സ്വാംശീകരണം ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ പരീക്ഷണം എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകൾ, ബാബീന ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകൾ, ജോഷിമഠ് എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥലങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം നിലവിൽ വിപുലമായിട്ടുള്ള ശേഷി വികസന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്, അതായത് പരീക്ഷണങ്ങൾ നടത്തിവരുന്നത്. കൂടാതെ ആഗ്രയിലും ഗോപാൽപൂരിലും സമർപ്പിത വ്യോമ പ്രതിരോധ ഉപകരണ പ്രദർശനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്തുതന്നെയായിരുന്നാലും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ബാബിന ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകൾ സന്ദർശിക്കുകയും നിലവിലുള്ള പ്രകടനങ്ങൾ അവലോകനം ചെയ്യുകയും എല്ലാ പങ്കാളികളുമായും സംവദിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രകടനം കർശനമായി വിലയിരുത്തുന്നതിനായി ഇലക്ട്രോണിക് യുദ്ധ സിമുലേഷനുകൾ സംയോജിപ്പിച്ച് യുദ്ധത്തിന് സമീപമുള്ള സാഹചര്യങ്ങളിലാണ് ഈ ഫീൽഡ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അതായത് യുദ്ധം നടക്കാൻ സമീപമുള്ള, അതായത് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലടക്കമാണ് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ വമ്പൻ തയ്യാറെടുപ്പാണ് ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകാം എന്നുള്ളത് കണ്ട് നടത്തുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.